എല്ലാവർക്കും നമസ്കാരം. ശബരിമലയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത്, ശബരിമലയുടെ ഭഗവാന്റെ സ്വർണങ്ങൾ കട്ടെടുത്തിട്ടുള്ള ആരെയും ഭഗവാൻ വിടില്ല. കാരണം സകലമാന ഭക്തനുടെയും മനസ്സിൽ കുടികൊള്ളുന്ന ഈശ്വരനാണ് ശബരിമല അയ്യപ്പൻ. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ദേഹം ദേവാലയം പ്രോക്തോ ജീവം ദേവ സദാശിവം. എല്ലാ മനുഷ്യരുടെയും ജീവനായിട്ട് ആ ഭഗവാൻ കുടികൊള്ളുമ്പോൾ ആ ഭഗവാന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കുകയും മോഷ്ടിക്കുകയും ചെയ്ത ഒരു വ്യക്തികളെയും ശബരിമല ശാസ്താവ് വിടത്തില്ല. വിശ്വാസമാണ് എല്ലാം. നമ്മുടെ മനുഷ്യൻ്റെ ശ്വാസം ആവശ്യമാണ്, വിശ്വാസം ആവശ്യമാണ്, ആശ്വാസം ആവശ്യമാണ്. ഇതെല്ലാം ഒരു പ്രപഞ്ച ശക്തിയാണ്. ഭഗവാന്റെ മുന്നിലുള്ള അഗ്നി തന്നെ അതിനൊരു സാക്ഷിയാണ്. ആ ആഴിയിൽ നിന്ന് കത്തുന്ന അഗ്നി പ്രപഞ്ചശക്തിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ്. പഞ്ചഭൂതഗണങ്ങളുടെ അതിപ്രധാനമായിട്ടുള്ള ഒന്നാണ് അഗ്നി. എല്ലാത്തിനെയും ശുദ്ധീകരിക്കുക, എല്ലാത്തിനെയും ഇല്ലാതാക്കുക, എല്ലാത്തിനെയും മോക്ഷപ്രാപ്തി കൊടുക്കുക, അങ്ങനെയുള്ള ഒരു സാന്നിധ്യമുള്ള ദേവനാണ് ശബരിമല അയ്യപ്പൻ. കലിയുഗവരദനാണ്. കലിയുഗവരദൻ എന്ന് പറയുമ്പോൾ ശൈവ വൈഷ്ണവ ശാക്തേയ ഭാവത്തിൽ കുടികൊള്ളുന്ന ആ ഈശ്വരൻ ആണ് അയ്യപ്പൻ. ശബരിമലയുടെ ഈ മുതൽ എടുത്തിട്ടുള്ള എല്ലാവരെയും ആ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് കണ്ടെത്തുകയും ആ മോഷണം തുടക്കം കുറിച്ച് മുതൽ തീരുന്നത് വരെയുള്ള എല്ലാവരെയും ഇല്ലാതാക്കുകയും ചെയ്യും. അത്രയ്ക്കും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ശബരിമല അയ്യപ്പൻ. എല്ലാവരുടെയും വിശ്വാസമാണ് ശബരിമല എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ആചാര്യമായിട്ടുള്ള ഒരിതാണ്. അപ്പോൾ ആ തന്ത്രസ്ഥാനത്തിരിക്കുന്ന ആചാര്യൻ മുതൽ അവിടെ തുടക്കമാണ്. അപ്പോൾ ഈശ്വരൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മളെല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കുന്നു ഈശ്വരൻ ഇല്ല, ഈശ്വരൻ അയ്യപ്പനാണോ, പല ആക്ഷേപങ്ങളും പരിഹാസങ്ങളും അയ്യപ്പനുണ്ട്. പക്ഷെ ആ അയ്യപ്പൻ്റെ ശക്തി കൊണ്ടാണ് ഇന്ന് ഈ മോഷണം മുന്നിൽ വരാനുള്ള കാരണമുണ്ടായത്. ഒരു മനുഷ്യൻ്റെ അഹങ്കാരമാണ്. ഈ നെല്ല് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ കൃഷി ചെയ്തെടുത്താൽ മാത്രമേ അത് വളർച്ച ഉണ്ടാവുള്ളൂ. എന്നാൽ പുല്ലെന്ന് പറയുന്ന സാധനം എല്ലാവരെയും ഇല്ലാതാക്കുവാൻ വേണ്ടി എല്ലായിടത്തും കടന്നു പിടിച്ച് ശക്തി ആർജിച്ച് കിടക്കും. അതുമാതിരി ഭഗവാന്റെ ശക്തി എന്ന് പറയുന്നത് മനുഷ്യരുടെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കൊണ്ട് മാത്രം ആ ചൈതന്യത്തെ ഉണർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രതിബിംബമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആ വിഗ്രഹത്തിനെന്ന് പറയുന്നത് പ്രാധാന്യമുണ്ട്. വിശേഷാൽ ഗ്രഹേ ഇതി വിഗ്രഹം. വിശേഷമായിട്ട് ഒരു മനുഷ്യനെ ഗ്രഹിക്കുവാനുള്ള ശക്തിയുള്ള ചൈതന്യമുള്ള സാന്നിധ്യമാണ് വിഗ്രഹം. അതിനാണ് വിഗ്രഹ പ്രതിഷ്ഠ എന്ന് നടത്തുന്നത്. പ്രാണപ്രതിഷ്ഠയാണ്. ആ പ്രാണൻ ഒരു തന്ത്രസ്ഥാനത്ത് നിന്ന് കൊടുത്ത് ചൈതന്യത്തെ ഉണർവാക്കി ആ ശില്പിയുടെ സാന്നിധ്യത്തിൽ ആ കർമ്മസ്ഥാനം പൂർത്തിയാക്കി ചെയ്യുന്ന ഒരു കർമ്മമാണ്. ആ അത്തരം കർമ്മങ്ങളിലൂടെ ഉണ്ടാവുന്നൊരു ക്ഷേത്രമാണ് ശബരിമല പോലുള്ള എല്ലാ ക്ഷേത്രങ്ങളും. ആ വിഗ്രഹത്തിൻ്റെ സാന്നിധ്യം അതിപ്രധാനമാണ്. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ മനസ്സാണ് ആ ഭഗവാനിൽ അർപ്പിക്കുന്നത്. ഓരോ ഭക്തൻ്റെയും മനസ്സുകൊണ്ട് അർപ്പിക്കുന്ന പ്രപഞ്ചശക്തിയുടെ പഞ്ചഭൂതഗണങ്ങളുടെ സാന്നിധ്യമാണ് ക്ഷേത്രം. അതാണ് ക്ഷതായത്രായിതി ക്ഷേത്രം. ക്ഷതത്തിൽ നിന്ന് മുക്തി നേടുന്ന ഈശ്വരൻ ഇരിക്കുന്ന സാന്നിധ്യമാണ് ക്ഷേത്രം. ഭൂതങ്ങളുടെ അധിപനാണ് ഭൂതനാഥൻ. ആ ഭൂതങ്ങളുടെ അധിപനും ധർമ്മങ്ങളുടെ അധിപനുമാണ് ശാസ്താവ്, ധർമ്മശാസ്താവ്. ആ ധർമ്മങ്ങൾ കാത്തുകൊള്ളേണ്ട ശാസ്താവാണ്. ആ ധർമ്മത്തിനെതിരായി പ്രവർത്തിക്കുന്ന കാപഢ്യ ശക്തികളെ ഇല്ലാതാക്കുവാൻ വേണ്ടി ശക്തമായിട്ടുള്ള ചൈതന്യം കലിയുഗത്തിൽ ഉണ്ടാവുമെന്ന് മുൻപേ പറഞ്ഞിട്ടുണ്ട്. ആ കലിയുഗം എന്ന് പറയുന്നത് എന്താണ്? എല്ലാത്തിനെയും ഇല്ലാതാക്കി നല്ല ഒരു ഉണർവ് ഉണ്ടാക്കി
ത്രേതായുഗം തുടങ്ങുക, സത്യയുഗം തുടങ്ങുക. ആ സത്യയുഗത്തിൽ എത്തുന്നതുവരെ ഇതേമാതിരിയുള്ള കള്ളന്മാർ അവതരിക്കുമെന്നും അവരെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഭഗവാൻ രൂപകൽപ്പന ചെയ്യും എന്നും പറയുന്നു. ആ ശബരിമല ശാസ്താവിൻ്റെ സാന്നിധ്യമാണ് പ്രപഞ്ചശക്തിയുടെ എല്ലാം ഉൾക്കൊള്ളിക്കുന്നത്.